പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിൻ്റെ ഇന്നത്തെ ചിന്ത, പ്രലോഭനത്തിൽ വീണ് പോയവർ, വീണ് കിടക്കുന്നവർ, പ്രലോഭകനായ സാത്താനോട് യെസ് പറഞ്ഞ് ദൈവത്തോട് നോ പറഞ്ഞ് പിശാചിൻ്റെ ദാസ്യത്തിലേക്ക് പോയവർക്ക് അവരോടുള്ള പിശാചിൻ്റെ മനോഭാവം എന്താണ്? നമ്മൾ ഭൂകമ്പത്തെക്കുറിച്ചൊരു വാചകം പറയും, തുടർ ചലനങ്ങൾ. ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞ് ഭൂമി കുലുങ്ങിക്കഴിഞ്ഞിട്ട് തുടർ ചലനങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടില്ലേ? പ്രലോഭകനായ സാത്താൻ പ്രലോഭനത്തിലൊരാളെ വീഴ്ത്തി അയാളെ പാപത്തിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം തുടർ പ്രലോഭനം നൽകിക്കൊണ്ടിരിക്കും. പിശാചിൻ്റെ ഈ തുടർ പ്രലോഭനങ്ങൾ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പാപത്തിൽ വീണ് കഴിഞ്ഞ വ്യക്തി വീണ്ട് നന്മയിലേക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി തിന്മയുടെ മേഖലകളിൽ നിന്ന് അകന്ന് നന്മയുടെ മേഖലയിലേക്ക് തിരിയാതിരിക്കാൻ വേണ്ടി പിശാച് നൽകുന്ന പ്രലോഭനമാണിത്. പഴയ നിയമത്തിൽ കായേൻ, ആബേൽ എന്നിവരുടെ ഒരു ചിത്രീകരണം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ കായേൻ കർഷകനായിരുന്നു, ആബേൽ ഇടയനായിരുന്നു. ആബേൽ ദൈവത്തിന് സ്വീകാര്യമായ വിധത്തിൽ ബലി അർപ്പിച്ചു, കായേൻ അങ്ങനെ ബലി അർപ്പിക്കാൻ പറ്റിയില്ല എന്നാണ് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ദൈവത്തിന് പ്രീതികരമായ ജീവിത ബലി അർപ്പിക്കാൻ, ഒരു നല്ല ജീവിതം നയിക്കുക എന്ന് പറഞ്ഞൊരു ജീവിത ബലി അർപ്പിക്കുക എന്നർത്ഥം. അക്കാര്യത്തിൽ ആബേൽ വിജയിക്കാൻ പറ്റിയ കായേൻ വിജയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ദൈവം ആബേലിൽ സംപ്രീതനായി, എന്നാൽ കായേനിൽ സംപ്രീതനായില്ല എന്ന് കണ്ടപ്പോൾ കായേന് തൻ്റെ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കാൻ പറ്റാത്ത ആ പരാജയപ്പെട്ട അവസ്ഥയിൽ പശ്ചാത്തപിക്കാനോ ആബേൽ ചെയ്യുന്നത് പോലെ കായേന് മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് വരാനോ ശ്രമിക്കുന്നതിന് പകരം അവൻ കോപിച്ച് വല്ലാതെ മുഖം മ്ലാനമാക്കിയിരിക്കുമ്പോൾ ദൈവം അവനോട് പറയുന്ന വചനമായി ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-7 വചനങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉചിതമായിട്ട് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ഒരു വലിയ സന്ദേശം ഉൾക്കൊള്ളുന്ന തിരുവചനമാണിത്. നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിൻ്റെ മുഖം മ്ലാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നിന്റെ സംപ്രീതനായില്ല എന്നുള്ളത് ഓർത്തിട്ടാണ് നീ കോപിച്ചിരിക്കുന്നത്, നീയും മുഖം മ്ലാനമാക്കിയിരിക്കുന്നതെങ്കിൽ എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഉചിതമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ പാപം വാതിൽക്കൽ പതിയിരിപ്പുണ്ടെന്ന് ഓർത്തുകൊള്ളുക. എന്താ വാതിൽ? വാതിൽ എന്ന വാക്കിൻ്റെ അർത്ഥം വാ ഇതിലെ. മതിൽ എന്ന് പറഞ്ഞാൽ മതി ഇതിലെ. മലയാളത്തിൽ ഞാൻ പറയുകയാണേ, ഈ വാതിൽക്കൽ ഇരിക്കുന്ന പിശാചിനോട് ഞാൻ വാ എന്ന് പറയുമ്പോൾ അവൻ അകത്ത് കയറും. ഇപ്പോൾ നീ ദൈവത്തിനെതിരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജീവിച്ച, ദൈവത്തിന് പ്രീതികരമായ ജീവിത ബലിയർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുമ്പോൾ നിന്നെ പിശാച് ആ തിന്മയിൽ നിലനിർത്താൻ വേണ്ടി പ്രലോഭനം തന്നുകൊണ്ടിരിക്കുക, വാതിൽക്കൽ പതിയിരിപ്പുകൊണ്ടിരിക്കുക. ദ സിൻ ഈസ് ലേർക്കിംഗ് അറ്റ് ദ ഡോർ എന്ന് ഇംഗ്ലീഷ് എഴുതി വച്ചിരിക്കുന്നത്. അവനവിടെ പതിയിരിക്കുകയാണ്. സിൻ ഇസ് എ സ്പിരിറ്റ്, ഈവിൾ സ്പിരിറ്റ്. അവൻ ഈ വാതിൽക്കൽ പതിയിരിക്കുകയാണ്. നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. അപ്പോൾ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞ വ്യക്തിയോടുള്ള പിശാചിൻ്റെ മനോഭാവം അവനെ ആ വീഴ്ചയിൽ നിലനിർത്തുക എന്നുള്ളതാണ്. ഒരിക്കൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാതിയുമായി ഭാര്യ എൻ്റെ അടുക്കൽ വന്നു. എനിക്ക് നല്ല പരിചയമുള്ള, ഒരു കാലത്ത് ദൈവ ശുശ്രൂഷ ചെയ്തിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ഞാനും 1-2 അച്ഛന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് പോയതിൻ്റെ സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാഹം. അതുകൊണ്ട് ഞാനും അവിടെ ചെല്ലേണ്ടി വന്നുകൊണ്ട് ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുത്തു. സാധാരണ ഇതിൽ ഞാൻ അങ്ങനെ അധികം ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് പോകാൻ എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷെ അന്ന് ഇതിൽ പങ്കെടുത്തു. അതുകൊണ്ട് എനിക്ക് ഇയാളുടെ മേൽ ഒരു പ്രത്യേക അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതറിയാവുന്ന ഭാര്യ എന്നോട് പറഞ്ഞു,
അപ്പോഴേക്ക് മക്കളൊക്കെ ആയി കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ്. എന്നോട് പറഞ്ഞു, അച്ഛാ, ഭർത്താവിന് കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത ഇറിറ്റേഷനും അസ്വസ്ഥതയാണ്. പള്ളിപ്പോക്ക് നിന്നു. ഇപ്പോൾ വചനം വായിക്കലില്ല. നേരത്തെ 1 മണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു, വചനം കുറിച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ജപമാല ചൊല്ലുമ്പോൾ കൂടെ ഞങ്ങളുടെ കൂടെ മുട്ടുകുത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ വാടിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛനൊന്ന് സംസാരിക്കണം. ഞാൻ അന്ന് രാത്രി തന്നെ അയാളെ വിളിച്ചു. എൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ വിളിച്ചു. ആ സമയത്ത് അയാൾ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ പകൽ ജോലിക്ക് പോകും. അപ്പോൾ അയാൾ വിളിച്ച ഉടനെ ഫോൺ എടുത്തു. എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടക്കേട് ആ സ്വരത്തിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഞാൻ പറഞ്ഞു, എന്താ നീ വല്ലാതെ ക്ഷീണിച്ചിരിപ്പുണ്ടോ? എന്താണ് സംസാരത്തിലൊരു ഉണർവില്ലല്ലോ? ഒന്നുമില്ല. അങ്ങനെയല്ല എന്നോട് സംസാരിക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഞാൻ വിളിച്ചുള്ള ആനന്ദത്തോടെ പ്രതികരിക്കേണ്ട ആൾ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറ. ഞാൻ പറഞ്ഞല്ലേ എനിക്കൊന്നുമില്ലെന്ന്. അപ്പോൾ വീണ്ടും എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നാളെ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എപ്പോഴാണ് അതിൻ്റെ തിരക്ക് കുറയുന്നത്? അത് ഉടനെ അങ്ങ് തിരക്ക് കുറയില്ലെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നിന്നെ പിശാച് വീഴ്ച കഴിഞ്ഞു. നീ ഏതോ മാരകമായ പാപത്തിൽ വീണ് കഴിഞ്ഞു. പിശാച് ഇപ്പം നിന്നെ പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ഞാനൊരു കൽപ്പന തരികയാണ്. ഈശോയുടെ അധികാരത്തിൽ, എൻ്റെ പൗരോഹിത്യ അധികാരത്തോടു കൂടി പറയുകയാണ്, നാളെ വൈകുന്നേരം ഇത്ര മണിക്കുള്ളിൽ എന്നെ വന്ന് കണ്ടിരിക്കണം. അന്ന് എനിക്ക് ധ്യാനമില്ലാത്ത ദിവസമായതുകൊണ്ട് ആ സമയത്ത് അവനെ കാണാൻ തീരുമാനിച്ചു. അവൻ വന്നു. കാരണം അതുപോലെ ശക്തമായിട്ട് ശാസിച്ചാണ് ഞാൻ പറഞ്ഞത്, അധികാരത്തോടെ പറഞ്ഞു. വന്നു കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഇനി എന്നോട് കൂടുതൽ ചോദിക്കണ്ട, ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനു മുമ്പ് ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, കുമ്പസാരിച്ചില്ലേ എന്ന് ചോദിച്ചു. അവനിതേരെ നോക്കി നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് പതുക്കെ കണ്ണ് ചുമന്ന് കലങ്ങി നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താണ് എന്നെ ഇത്രമാത്രം എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എന്നോട് പറയാമോ? അച്ഛനോട് പറയാം. എനിക്ക് അച്ഛനെ അത്രമാത്രം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അച്ഛനോട് പറയാം, എനിക്കൊരു തെറ്റ് പറ്റി. തെറ്റെന്താണെന്ന് എന്നോട് പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാനൊരു പാപത്തിൽ വീണു. എനിക്ക് അതോടുകൂടി ബൈബിളിൽ തൊടാൻ പോലും എനിക്കിഷ്ടമില്ലാണ്ടായി. പള്ളിയിൽ കയറാൻ പോലും ഇഷ്ടമില്ലാതായി. എനിക്ക് കുമ്പസാരിക്കാനും പറ്റുന്നില്ല, പേടി. എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാതായി. എനിക്കെൻ്റെ ഭാര്യയോട് പോലും മിണ്ടാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 2-3 മാസമായി എൻ്റെ ഭാര്യയെ പോലെ ഞാൻ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു കട്ടിൽ കിടക്കും, പക്ഷേ എനിക്ക് ഭാര്യയോട് പോലും ഒന്നാകാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ തൊടാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ഒരു പാപം സംഭവിച്ചു കഴിഞ്ഞാൽ, പ്രലോഭകൻ വിജയിച്ചു കഴിഞ്ഞാൽ, ആ പ്രലോഭകനായ പിശാചിനെ പരാജയപ്പെടുത്തിയ ഈശോ മിശിഹ, ആ യേശുവിലേക്ക് തിരിഞ്ഞ് യേശുവിൽ നിന്ന് കൃപ സ്വീകരിക്കണമെങ്കിൽ ഈ പാപം ഈശോയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പാപം നിന്നിലുള്ളിടത്തോളം കാലം പ്രലോഭകനായ പിശാചിന് നിന്റെ മേൽ അവകാശവും അധികാരമുണ്ട്. അതുകൊണ്ട് പ്രലോഭകനായ പിശാചിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിൻ്റേതായ അധ്വാനം നീ ചെയ്യണ്ട. പ്രിയപ്പെട്ടവരെ, കർത്താവോടെ അത്ഭുതം ചെയ്യും. പക്ഷേ നീ ആ കർത്താവിന് പാപം ഏൽപ്പിച്ചു കൊടുക്കണം. പാപത്തെ വെറുത്തുപേക്ഷിച്ചിട്ട് നീ ഏത് പാപത്തിലേക്ക് പോയോ, ഞാൻ അതിൻ്റെ വിശദാംശം ഇവിടെ പറയുന്നില്ല. ആ ഒരു മേഖലയിൽ നിന്ന്, അതിൻ്റെ എല്ലാ തലങ്ങളിൽ നിന്ന് നീ വിടുതൽ പ്രാപിച്ച് നീ തമ്പുരാനിലേക്ക് വരണം. ബാറൂക്ക് 4:28 കർത്താവിൽ നിന്ന് അകലാനും കാണിച്ചത് 10 ഇരട്ടി തീക്ഷണതയോടെ അവിടുത്തെ തേടണം. നീ അതുപോലെ തിരിച്ചു വരണം. നീ അങ്ങനെ കർത്താവിനോട് ഐക്യപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ പിശാച് പിന്നെ പ്രലോഭനമായിട്ട് വന്നാലും അവനെ വിജയിക്കാൻ പറ്റില്ല. നിന്നെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. 1 യോഹന്നാൻ 3:8 ഈശോ യോഹന്നാൻ ശ്ലീഹ വഴി പരിശുദ്ധാത്മാ പറയുന്നത്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായത്. ആ പിശാചിനെ നശിപ്പിക്കുന്ന ഈശോയ്ക്ക് നിൻ്റെ പാപങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം. അവിടെ എന്നിട്ട് ഞാൻ പറഞ്ഞു, യോഹന്നാൻ 8:36 പറയും, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. അതെങ്ങനെയാണ്? യോഹന്നാൻ 8:32 നിങ്ങൾ സത്യമറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എങ്ങനെ? യോഹന്നാൻ 17:17 അവിടുത്തെ വചനമാണ് സത്യം. അപ്പം വചനം നീ കൂടുതൽ വായിക്കണം, വചനത്തിലേക്ക് വരണം. അപ്പോൾ അയാൾ മുട്ടുകുത്തി വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നതൊക്കെ അയാൾ കേൾക്കുന്നുണ്ട്. മുറിയുടെ വാതിൽ ഞാൻ അടച്ചിട്ടുണ്ട്. ഞാൻ അയാളോട് ശക്തമായിട്ടിത് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, അച്ഛൻ ഞാൻ കുമ്പസാരിച്ചു, പക്ഷേ കുമ്പസാരിച്ചിട്ട് എൻ്റെ കുറ്റബോധം പോകുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു 5-8 വചനങ്ങൾ ഞാൻ അവന് കൊടുത്തു. ആ വചനം മുഴുവൻ കുറിച്ചെടുത്തു. ഏശയ്യ 41:18-19, ഏശയ്യ 44:22, ഏശയ്യ 38:17 തുടങ്ങി അങ്ങനെയുള്ള കുറേ വചനങ്ങൾ കുറിച്ച് കൊടുത്തു. ഇനി പാപം ഈശോ ഓർക്കുന്നില്ല. ഈ പാപം ഒരുത്തൻ്റെ കയ്യിലേ ഉള്ളൂ, പിശാചിൻ്റെ കയ്യിൽ.
ആ പിശാചി ഈ പാപം എടുത്തുകൊണ്ട് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ അവനോട് നീ നോ പറയാൻ പോകണ്ട, അവനോട് വഴക്കുണ്ടാക്കണ്ട, നീ യേശു എന്ന് വിളിച്ചാൽ മതി, സ്തുതി പറയുക പാപം ക്ഷമിച്ച കർത്താവിന്. അവൻ അവിടുന്ന് മോചനം പ്രാപിച്ചു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ധ്യാനിക്കാൻ വന്നപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, എനിക്ക് എന്താ സംഭവം ഉണ്ടായതെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാൻ അയാളോട് കൺഫ്രണ്ട് ചെയ്യാൻ പോയില്ല, പറഞ്ഞില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിവരമൊക്കെ അറിയുന്നത്. അതുകൊണ്ട് അയാൾ ഇനി ഒരിക്കലും അതിനെക്കുറിച്ച് എന്നോട് ആരോട് പറയണം. ഞാൻ പറഞ്ഞു, എനിക്കും അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അദ്ദേഹം ഇപ്പോൾ നിന്നോട് സ്നേഹത്തിലാണ്, കുർബാനയിലും കുദാശ സ്വീകരണത്തിലുണ്ടല്ലോ, അത് മതി. പ്രിയപ്പെട്ടവരെ, പ്രലോഭനം പിശാചിൽ നിന്ന് വരും. പ്രലോഭകൻ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തോറ്റു കഴിഞ്ഞവർ ഈ പ്രലോഭകനെ തോൽപ്പിക്കാനായിട്ട് പിശാചിനെ പരാജയപ്പെടുത്തി യേശുവിനോട് ഐക്യപ്പെടണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പ്രലോഭകനായ പിശാച് എന്നെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പ്രലോഭകനെ പരാജയപ്പെടുത്താൻ അവനെ തോൽപ്പിച്ച അങ്ങയോട് ഞാൻ ഐക്യപ്പെടണമെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ഐക്യത്തിൽ വളരുവാൻ എനിക്ക് കൃപയും അനുഗ്രഹവും അവസരങ്ങളും ഒരുക്കി തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.